വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 69-ാം തിരുവചനം. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സക്കറിയ പുരോഹിതൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളിൽ 69-ാമത്തെ വചനം ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി എന്ന് പറയുന്നു. അത് ദാവീദിൻ്റെ ഭവനത്തിൽ. നമുക്കറിയാം, കർത്താവ് പാരമ്പര്യപ്രകാരം ദാവീദ് ഗോത്രത്തിലാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ ഭവനത്തിൽ എന്ന് പറയുന്നത്. എന്നാൽ ശക്തനായ ഒരു രക്ഷകൻ എന്നതിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ കിടക്കുന്നത് ഹോൺ ഓഫ് സാൽവേഷൻ എന്നാണ്. രക്ഷയുടെ കൊമ്പ്. കൊമ്പ് എന്ന് പറയുമ്പോൾ അത് വന്യമൃഗങ്ങൾക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടിയും ആക്രമിക്കാനും അവരുടെ മഹത്വത്തിനും ഒക്കെയുള്ള ഒരു അടയാളമായിട്ട് നൽകപ്പെടുന്നു. ഈ കൊമ്പ് പഴയ കാലങ്ങളിൽ അഭിഷേക തൈലം എടുത്തിരുന്നത് ഈ കൊമ്പിലാണ്. യുദ്ധത്തിന് പോകുമ്പോൾ കാഹളം മുഴക്കുന്നത് കൊമ്പ് ഊതിക്കൊണ്ടാണ്. ദാവീദിനെ സാമുവേൽ പുരോഹിതൻ അഭിഷേകം ചെയ്യുന്നത് കൊമ്പിൽ നിന്ന്, കുഴലിൽ നിന്ന്. കുഴല് കൊമ്പാണ്. അതിൽ നിന്ന് അഭിഷേക തൈലം ശിരസിൽ ഒഴിച്ചുകൊണ്ടാണ്. അങ്ങനെ കൊമ്പ് മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ പ്രതീകമായിട്ട്, അഭിഷേകത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ട് നിലകൊള്ളുന്നു. ഈ കൊമ്പ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശരീരത്തിലെ മറ്റെല്ലാ അസ്ഥികളും മാംസത്താൽ പൊതിഞ്ഞ അവസ്ഥയിലാണ്. എന്നാൽ കൊമ്പ് മാംസത്തിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്നതാണ്. അത് മാംസം കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് പിതാക്കന്മാർ കൽപ്പിക്കുന്ന ആന്തരിക അർത്ഥം ഇതാണ്: ജഡത്തിൻ്റെ ആസക്തികളില്ലാത്ത, ജഡമോഹങ്ങളില്ലാത്ത, മാംസദാഹമില്ലാത്ത വേറിട്ട് നിൽക്കുന്ന ഒന്ന്. അത് ക്രിസ്തുവിൻ്റെ സഭയാണ്. ജഡത്തിൽ നിന്നും മാറി നിൽക്കുന്ന, ജഡികാതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു മഹത്വവും തേജസ്സുമായിട്ട് നിൽക്കുന്ന സഭയാണത്. സഭയിൽ ശക്തനായ ഒരു രക്ഷകനെ കർത്താവ് നമുക്ക് നൽകുന്നു. നമ്മുടെ കർത്താവിൻ്റെ, ഈശോയുടെ ജനനം തന്നെയാണ് പരിശുദ്ധാത്മാവ് ഈ സക്കറിയ പുരോഹിതൻ്റെ സ്തുതി വചനങ്ങളിലൂടെയും വെളിപ്പെടുത്തി തരുന്നത്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.